അനുമോളുടെ ആ ഒരു മനസ്സ് നോക്കി അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോഴേ തന്നെ അത് ആരോടെങ്കിലും പറയണം, ഞാൻ ആരോടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയ പെട്ടെന്ന് തന്നെ ഇത്രയും ദിവസം മിണ്ടാതിരുന്ന അപ്പോൾ അനുമോളുടെ മനസ്സിൽ ഇവരോട് പിണക്കോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഒന്നുമില്ല. അനുമോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആതിരയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. ഗാർഡൻ ഏരിയയിലെ സോഫയിൽ വന്നിരുന്നു രണ്ടുപേരും കൂടി. സത്യം വിട്ട് ഞാൻ പറയുന്നത് ആരോടും പറയരുത്, അറിഞ്ഞതായിട്ട് നടിക്കുകയും ചെയ്യാൻ പാടില്ല. എന്നോട് അനീഷേട്ടൻ ചോദിക്കുന്നത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. അപ്പോൾ അതിൽ പറയാം അത് തമാശയ്ക്ക് ചോദിച്ചായിരിക്കും. അല്ല, സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. പെണ്ണേന്ന് പറയുന്നുണ്ട്. അല്ല, സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. എൻ്റെ അടുത്ത് ആദ്യം വന്നിരുന്നു, എന്നിട്ട് ചോദിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. രാവിലെ എപ്പോഴാണ് എണ്ണീച്ചെന്നൊക്കെ ചോദിച്ചു. ഞാൻ എണ്ണീറ്റപ്പോൾ ഇങ്ങനെ അനീഷയുടെ മുകളിലോട്ട് നോക്കി കിടക്കുന്നു. അപ്പം ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. പിന്നെ എപ്പോഴാണ് എണ്ണീച്ചെന്നും ഇന്നലെ കിടന്ന കാര്യങ്ങളും ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് പറഞ്ഞത് എന്നെപ്പറ്റി എന്താ അനുമോളുടെ അഭിപ്രായമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരെയും കണക്ക് പഴയതുപോലല്ല, ഇപ്പം മാറ്റമുണ്ട്, നല്ല ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയത്തില്ലടി, പേടിയാവുന്നു. സീരിയസ് ആയിട്ട് ചോദിച്ചതാ പുള്ളി എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. ആ, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. പുള്ളിയാണെ സ്റ്റക്കായിട്ടിരിക്കുന്ന കണക്കങ്ങ് ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ. ഞാനൊരു ബ്രദറിനെ പോലെ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. അതാ വേറൊരു കാര്യം. നമ്മളിവിടെ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നിനക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് അനുമോള്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ ഇത് പ്രാങ്ക് ചെയ്യില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ച്. പക്ഷെ അല്ല, അത് പ്രാങ്ക് അല്ല ചേട്ടൻ, സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. നീ എന്തോ ഇപ്പോൾ പറയുന്നത്, നീ അന്നേ റിപ്ലൈ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിവിടെ ഒന്നും പറയത്തില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ടേ എന്നെ റിപ്ലൈ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ആതിര പറയുന്നുണ്ട്. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ല, എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം, പിന്നെ എനിക്ക് സെറ്റിലാവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞു. കുറേ സമയം അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് മറുപടി പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാൻ മറുപടി, ഞാൻ ചേട്ടനെ ചേട്ടാ എന്നൊക്കെ ഞാൻ പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ചേട്ടനെ പോലെ കണ്ടിട്ടുള്ളെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ്. എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുവടി എന്നൊക്കെ അനുമോള് നമ്മുടെ ആതിരയോട് ചോദിക്കുകയാണ്. എനിക്ക് പേടിയാവുന്നു, ഇത് പ്രാങ്കൊന്നും അല്ലേടി എന്ന് പറഞ്ഞിട്ട് അനുമോള് കരയുന്ന കണക്ക് ഇങ്ങനെ അനുമോൾക്ക് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. ആകെ വിഷമത്തിലിരിക്കുക. ഈ സമയത്ത് ബിഗ് ബോസ് ഇങ്ങനെ നമ്മുടെ അനീഷിനെ കാണിക്കുന്നുണ്ട്. അനീഷ് കിച്ചണിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അനുമോൾ അതിലോട് ചോദിക്കുകയാണ്, അതേ ചേട്ടൻ്റെ സ്വഭാവം അറിയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആന്നടി, നമുക്ക് എല്ലാവർക്കും ചേട്ടൻ ഇപ്പോൾ ഒരു ഫ്ലെക്സിബിളായി, ആ കടുംപിടുത്തമൊക്കെ മാറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റിപ്പീറ്റ് അടിച്ച് പറയുന്ന ആ ഒരു സ്വഭാവം മാറ്റി, അതിപ്പോൾ എൻ്റെ ആയല്ലോ എന്ന് അതിൽ പറയുന്നുണ്ട്. അതൊക്കെ തുടക്കത്തിൽ ഇവിടെ വന്നപ്പോൾ ഉള്ള ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ലേ എന്നാണ് പറയുന്നത്. എന്തായാലും അനുമോൾ അങ്ങനെ ഈ ഒരു വിഷയത്തോടെ ആദിലയോടും നൂറോടുമുള്ള പിണക്കവും മാറ്റി. ഇനി ഈ അനീഷിൻ്റെ പ്രശ്നം എന്താവുമോ എന്തോ.